കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ മമ്മിയോടൊപ്പം 2 ദിവസം നിൽക്കാനായിട്ട് പോയപ്പോൾ മമ്മി നല്ല കിടിലൻ കപ്പ ബിരിയാണി ഉണ്ടാക്കി തന്നു കേട്ടോ. കപ്പ ബിരിയാണി നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. അതിനകത്തെ ഇറച്ചിയും എല്ലുമൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട്, എന്താ പറയുക, കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പാകത്തിന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടി. ഇറച്ചിയും എല്ലുമൊക്കെ ഇങ്ങനെ നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് മമ്മി പഴയ കാലത്തെ ഒരു ട്രിക്ക് പ്രയോഗിച്ചു. സംഭവം മറ്റൊന്നുമല്ല കേട്ടോ, നല്ല നാടൻ ഫ്രഷ് ആയിട്ടുള്ള കപ്പളങ്ങ, ഒരു മീഡിയം വലുപ്പമുള്ള കപ്പളങ്ങയുടെ പകുതി ഭാഗം 3ആയിട്ട് കട്ട് ചെയ്ത് കുരു നീക്കം ചെയ്ത് നല്ല വൃത്തിയായി കഴുകിയെടുത്തു. എന്നിട്ട് കുക്കറിൽ നമ്മുടെ ഇറച്ചി വേവാനായിട്ട് വെക്കുന്ന സമയം നീളത്തിൽ കട്ട് ചെയ്ത ഈ കപ്പളങ്ങ കൂടി ഇട്ടുകൊടുത്തു. നോർമലി ഇറച്ചി കറി വെക്കുമ്പോഴും വേവുള്ള ഇറച്ചിയാണെങ്കിൽ നമുക്ക് ഈ ഒരു ട്രിക്ക് പ്രയോഗിക്കാമേ. എളുപ്പത്തിൽ ഇറച്ചി വെന്ത് കിട്ടാനായി നമ്മുടെ നാട്ടിൽ പ്രയോഗിക്കുന്ന മറ്റു ട്രിക്കുകൾ അറിയാവുന്നവർ കമന്റ് ചെയ്യണേ. കുക്കർ തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ഒരു സ്പൂൺ കിടക്കുന്നു. നെയ്യ് കൂടുതലുള്ള ഇറച്ചി കുക്കറിൽ വെക്കുമ്പോൾ വിസിൽ വരുന്ന സമയത്ത് കണ്ടമാനം പുറത്തേക്ക് ചീറ്റാതിരിക്കാനായിട്ട് മമ്മി ചെയ്ത ട്രിക്കാണ് ഇത്. ഇറച്ചി വെന്ത് കഴിയുമ്പോൾ സ്പൂണും കപ്പളങ്ങയും ഒക്കെ പിറക്കി മാറ്റി കളയാൻ മറക്കണ്ട കേട്ടോ.